ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണല്ലോ, കാർത്തിക ദീപത്തിന്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞല്ലോ. നമ്മളിവിടെ ചെന്നൈയില്, തമിഴ്നാട്ടില് 2 ദിവസമായിട്ടാണ് കാർത്തിക ദീപം ഇത്തവണ ആഘോഷിച്ചത്. നാട്ടിലാണെങ്കിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇവിടെ കാർത്തിക നക്ഷത്രം വരുന്നത് ബുധനാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ബുധനാഴ്ച വൈകുന്നേരവും ഞങ്ങൾ വിളക്ക് വെച്ചു. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവണ്ണാമലയിലെ ദീപം തെളിയിക്കുന്നത് ബുധനാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം നോക്കിയിട്ടാണ് ഞാനിവിടെ എല്ലാ പ്രാവശ്യവും വിളക്ക് വെക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഡീപ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പൂജാ റൂം ഞാൻ ക്ലീൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് വിളക്ക് എത്തിക്കാൻ പറ്റാത്ത സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസം മുന്നേ നമുക്കൊരു കമന്റ് വന്നിരുന്നതാണ്, 2-3 ആഴ്ചയായി പൂജാ റൂമിൽ എന്തൊക്കെയാണ് വെച്ചിരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിരുന്നെങ്കിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഉരുളിക്ക് അകത്ത് കുറച്ച് പുഴുക്കല അരി വെച്ചിട്ട് കുറച്ച് കോയിൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അരി മതി, പച്ചരി ആണെങ്കിലും മതി. അങ്ങനെ വെക്കുന്നത് വീട്ടിലെപ്പോഴും ധനത്തിന്റെ കുറവൊന്നും ഉണ്ടാവാതിരിക്കാനാണെന്ന് പറയും. പിന്നെ ഞാനൊരു വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വിഷുവിനൊക്കെ കണി വെക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ണാടി വെക്കുന്ന സമയത്ത് വാൽക്കണ്ണാടി വെക്കുന്നതാണ് നല്ലതെന്ന് പറയും. ആ വാൽക്കണ്ണാടിയുടെ ഫ്രണ്ടിലായിട്ട് വേണം പൈസ ഇട്ട് വെച്ചേക്കുന്ന ഒരു ബൗൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു കണ്ണാടി ബൗളിൽ ഇട്ടാലും മതി, പൈസയും അരിയും കൂടി. അപ്പോൾ അത് ഇതിൽ നമ്മുടെ കണ്ണാടിയിൽ പ്രതിഫലിക്കണം. അപ്പോൾ കണ്ണാടിയിൽ എന്താണോ റിഫ്ലക്ട് ചെയ്യുന്നത് അത് ഡബിൾ ഇരട്ടിയായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അത്രേ. പിന്നെ അതുപോലെ തന്നെ ഒരു ബൗൾ നിറച്ച് ഞാൻ മഞ്ചാടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലെ ഇരിക്കുന്ന ഒരു കൃഷ്ണൻ ഞാൻ ഗുരുവായൂർ പോയപ്പോഴത്തേക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഈ റീസെന്റ് ആയിട്ടാണ് മഞ്ചാടി നിറച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മയിൽപ്പീലിയും ഞാൻ ഈ വിഷുവിന് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ കൃഷ്ണന്റെ തൊട്ടടുത്താണ് മഞ്ചാടിയും മയിൽപ്പീലിയൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു നെറ്റിപ്പട്ടം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിപ്പട്ടം വെച്ചേക്കുന്നത് അത് ഞങ്ങൾ ഒരിക്കൽ കന്യാകുമാരിയിൽ ടൂർ പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ 1-2 കാര്യങ്ങൾ ഇവിടെ ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ളതുണ്ട്. പിന്നെ ഞാനൊരു ഇടിഞ്ഞില് മഞ്ഞൾ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കൂടുതൽ ഫോട്ടോസ് തന്നെയാണ് ഞാൻ നമ്മുടെ പൂജാ റൂമിൽ വെച്ചേക്കുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളക്കും തട്ടവും മറ്റു കാര്യങ്ങളൊക്കെയാണ്, കിണ്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പൂജാ റൂം എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ സിമെന്റിൽ കെട്ടിയിട്ടുള്ള ഒരു ഷെൽഫാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പൂജാ ഷെൽഫൊന്നും മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. താഴത്തെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് പൂജാ ഷെൽഫ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വീട് പണിതപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലത്തെ ഷെൽഫ് മതിയെന്ന്. പിന്നെ ഇതിനകത്തിരിക്കുന്ന ഈ ഷെൽഫിനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കടപ്പാക്കല്ലെന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതിവിടെ ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മുടെ മാർബിളും ടൈൽസും പോലത്തെ ഒരു തരം കല്ലാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോരോ ഷെൽഫായിട്ട്. അപ്പം അതിനകത്ത് ഞാൻ ഒരു ബ്രൗൺ കളറിലുള്ള വുഡ് ടെക്സ്ചറിൽ വരുന്ന ഒരു വാൾപേപ്പർ വെച്ചിട്ടാണ് ഫ്ലോറിൽ ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഷെൽഫൊക്കെ ഈ റീസെന്റ് ആയിട്ടാണ് ചെയ്തത്, ഡോറൊക്കെ ഇട്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വുഡ് ടെക്സ്ചറിലുള്ള ഡോർ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെവറിൽ ഞാൻ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് അത് നമ്മുടെ റൂം മേക്ക് ഓവർ ചെയ്ത സമയത്ത് റൂമിൽ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ മേടിച്ചതിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒട്ടിച്ചേക്കുന്നത്. ഇനി ഒരു സെറ്റും കൂടി മേടിച്ചിട്ട് മേലോട്ടും കൂടി ഒട്ടിക്കണം. പിന്നെ നമ്മുടെ ഈ പൂജാ റൂമിൽ ഒട്ടിച്ച് വെച്ചേക്കുന്ന ചെറിയ ഗോൾഡ് കോയിൻസ് പോലത്തെ സാധനം കണ്ട, അതും ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. കുറച്ച് പഴയ വീഡിയോസ് ആണ്, 1 വർഷം മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. നമ്മുടെ അടുത്ത് റോസ് വാട്ടർ ഉണ്ട്. റോസ് വാട്ടർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോസ് എല്ലാം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഫോട്ടോസ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് വാൾ സ്റ്റിക്കർ ഉള്ള കാരണം കൊണ്ട് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. പക്ഷേ ആ ഒരു ചെവറിന്റെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒട്ടിയിരിക്കുന്നില്ല, അത് ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ വീട്ടിലെ പൂജാ റൂമിലെ പൊട്ടിയ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ കേടായ ഫോട്ടോസ് ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറയും. നാട്ടിലായിരുന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ആണെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയാൽ അവരവിടെ എടുത്തോളും. അപ്പം അങ്ങനെ കൊണ്ടുവച്ചേക്കുവാണ്. പിന്നെ എൻ്റെ അടുത്ത് ആദ്യം ഇരുന്നത് സാധാരണ റോസ് വാട്ടർ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്കത് അറിയത്തില്ലായിരുന്നു. പൂജാ റൂം ക്ലീൻ ചെയ്യാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പൂജ പനീർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പം അതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് മേടിച്ചേക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പൂജാ റൂമിൽ യൂസ് ചെയ്യുന്ന എല്ലാ തിരിയാണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും മഞ്ഞൾ അതുപോലെ എല്ലാ സാധനങ്ങളും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കുമ്പോഴാണ് മേടിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എല്ലാ സാധനങ്ങളും ഓൺലൈനിലും കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ പൂജ
സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടല്ലോ, അവിടെ പോയി ചോദിച്ചാലും മതി. എൻ്റെ അടുത്ത് ഈ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ട്. അത് ഞാൻ 2-3 വർഷം മുന്നേ മേടിച്ചതാണ് കേട്ടോ. അത് അപ്രതീക്ഷിതമായിട്ടൊരു ശ്രീകൃഷ്ണ ജയന്തിക്ക് എനിക്ക് മേടിക്കാനായിട്ട് പറ്റിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കൃഷ്ണ വിഗ്രഹം വേണമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയൊരു കൃഷ്ണനാണത്. നല്ല ഐശ്വര്യമുള്ള നല്ല മുഖമുള്ള ഒരു കൃഷ്ണനാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മുഖമാണ്, പക്ഷെ നേരിട്ട് കാണാനായിട്ട് വേറൊരു മുഖമാണ്. അതുപോലെ തന്നെ ഈ കൃഷ്ണന്റെ ഒരു പ്രത്യേകത ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും പല ഭാവത്തിലായിരിക്കും കൃഷ്ണനെ കാണാൻ പറ്റുന്നത്. മറ്റൊരു വിഗ്രഹത്തിനും എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത തോന്നുന്നില്ല കേട്ടോ. ഒരു പക്ഷേ ഞാനൊരു കൃഷ്ണഭക്ത ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല ആംഗിളിൽ നിന്ന് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊരു ഫേസും അല്ലാതെ നേരിട്ട് കാണുമ്പോൾ വേറൊരു ഫേസായിട്ട് എനിക്ക് തോന്നും. ഉണക്ക മഞ്ഞളുണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്. ഞാനത് താഴെ നിന്നെടുത്ത് മേലോട്ടേക്ക് വെച്ചു. പിന്നെ ഒരു കുബേർ കുഞ്ചി വെച്ചേക്കുന്നത് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഞങ്ങളുടെ ഒരു തവണത്തെ വെഡ്ഡിങ് ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ സൈഡിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ഷോ പീസ് കണ്ടോ, അത് എൻ്റെ ഫ്രണ്ട് അഞ്ജു എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബാലൻസ് ഉള്ള പൂജാപാത്രങ്ങളും മറ്റുമൊക്കെ ഞാൻ ഏറ്റവും താഴത്തെ ഷെൽഫിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അത് ഈ പീതാംബരി പൗഡർ ഇട്ടിട്ടും അതുപോലെ തന്നെ ശുദ്ധത്തിൻ്റെ വിം ജെൽ ഉണ്ടല്ലോ, അതും യൂസ് ചെയ്തിട്ടും ഞാനിങ്ങനെ വിളക്ക് കഴുകാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ വിളക്കൊക്കെ കഴുകണം. പിന്നെ തിരുവണ്ണാമലയിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് വേണം നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കാനായിട്ട്. പക്ഷെ എനിക്ക് ഇന്ന് കുറച്ച് ലേറ്റായി പോയി. കറക്റ്റ് 6 മണി ആയപ്പോൾ തന്നെ ഇവിടെ ദീപം കൊളുത്തിയായിരുന്നു. 5:59 PM ആയിരുന്നു ടൈം, ബുധനാഴ്ചയുടെ അന്ന്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റ് ആയത് ഈ വീഡിയോ കൂടി എടുത്തത് കൊണ്ടാണ്. പിന്നെ പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്യണമായിരുന്നല്ലോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. പിന്നെ എന്നോട് ഒരു കമന്റ് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ചോദിച്ചിരുന്നത്, എങ്ങനെയാണ് തമിഴ് പൂജ കാര്യങ്ങളൊക്കെ പഠിച്ചത്, തമിഴ് ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചായിരുന്നു. പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ഞാൻ നാട്ടിൽ കേരളത്തിൽ തിരുവനന്തപുരത്തായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നൈയിലേക്ക് വരുന്നത്. ഞാൻ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുള്ളതാണ്. പഴയ ആൾക്കാർക്ക് അറിയാം, എന്നാലും അവർക്ക് കേൾക്കുമ്പോൾ ബോറടി ആയിരിക്കുമല്ലേ, എന്നാലും പുതിയ ആൾക്കാർക്ക് അറിയാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെന്നൈയിൽ വന്ന് ഇവിടെ സെറ്റിൽഡ് ആവുകയാണ് ചെയ്തത്. ഹസ്ബൻഡൊക്കെ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഞാനിങ്ങനെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുമായിരുന്നു കേട്ടോ, എങ്ങനെയെങ്കിലും ചെന്നൈയിൽ പോയി സെറ്റിൽഡ് ആവണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ആഗ്രഹം തോന്നിയതാണ്. പക്ഷെ ശരിക്കും എനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര മിറാക്കിളായിട്ട് എനിക്ക് തോന്നും. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ അതിനെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് വർക്കായതാണോ എന്തോ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എനിക്കിങ്ങനെ തമിഴ്നാട് കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ പോയി ജീവിക്കണം, പക്ഷേ എന്നാൽ മലയാളികളായിരിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് ചെന്നൈയിലോട്ട് വരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ ഇങ്ങനെ പ്രപ്പോസൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ചെന്നൈയിൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തമിഴുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഇവിടുത്തെ കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇവിടെ ഞാൻ എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും എൻ്റെ കല്യാണമൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ. അതെന്തൊക്കെയോ ഒരു നിമിത്തം പോലെയാണെന്നൊക്കെ തോന്നും. അതിനുശേഷവും ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനോ മാറിപ്പോകാനോ എനിക്ക് തോന്നുന്നേ ഇല്ല കേട്ടോ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നീ നാട്ടിൽ വരും, സെറ്റിൽഡ് ആവും എന്നൊക്കെ. പക്ഷേ ഒരിക്കലും ഇല്ല. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ പോവില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ജീവിക്കാനായിട്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കംഫർട്ടാണ്. ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിലും വലുതായിട്ട് പേടിക്കാനൊന്നും ഇല്ല. തമിഴ് കൾച്ചറൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പൂർണ്ണമായിട്ട് ഒന്നും തന്നെ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അറിയത്തുമില്ല. അടുത്ത വീട്ടിലെ ആൻറ്റി തമിഴ് ആൾക്കാരാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവിൽ എനിക്ക് കുറച്ച് ദൈവഭക്തിയൊക്കെ ഉള്ളത് കൊണ്ടും ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഉള്ളത് കൊണ്ടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്.
പിന്നെ പൂജാകാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് തൃപ്തി തോന്നുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും പൂജ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആഡംബരമായിട്ട് ഭയങ്കര ആർഭാടത്തോടെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സറിഞ്ഞ് നമ്മളെ കൊണ്ട് ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ പോലും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ആൻറ്റിയോട് ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എനിക്ക് കോലം വരയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോരോ ഡിസൈനൊക്കെ നോക്കി പഠിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കോലം വരയ്ക്കാനൊക്കെ പഠിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഭയങ്കര ബോറായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. ഞാനത് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും എന്നെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. പിന്നെ തമിഴ് ഭാഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ വീട്ടിൽ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. പുറത്ത് പോയാൽ തമിഴ് സംസാരിക്കും. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു തമിഴ് ടച്ച് വരത്തില്ല കേട്ടോ. അതായത് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു മലയാളം ടച്ച് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എന്നോട് എൻ്റെ സംസാരം കേൾക്കുമ്പോഴേ തുടക്കത്തിലേ ചോദിക്കും ആളുകളിങ്ങനെ കേരള ആണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ അതേന്ന് പറയും. അപ്പോൾ എനിക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ സംസാരിച്ചോളാനായിട്ട് പറയും. പക്ഷേ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും പുറത്തു നിന്ന് കേൾക്കുന്നവർ നമ്മളെ കളിയാക്കത്തേ ഇല്ല കേട്ടോ. അവരൊന്നും തന്നെ പറയത്തില്ല. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സംസാരിക്കുന്ന പോലെ അല്ല തമിഴ്. ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൊടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളികൾ, അതായത് ഞാൻ സംസാരിക്കുമ്പോൾ അത് അത്രയും അങ്ങോട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് വരത്തില്ല ചില വേർഡ്സ് ഒക്കെ. തുടക്കത്തിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ പോലും കേട്ട് നിൽക്കുന്നവരൊന്നും വഴക്കൊന്നും പറയില്ല. അങ്ങനെ വേറൊരു പ്രശ്നമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഇതുവരെ ആരും. പിന്നെ ഞാൻ പതിയെ പഠിച്ചെടുക്കുകയാണ് ചെയ്തത് തമിഴ്. പിന്നെ വീട്ടിൽ എനിക്ക് നിർബന്ധമാണ് മലയാളം തന്നെ സംസാരിക്കണമെന്ന്. ഹസ്ബൻഡ് നന്നായിട്ട് മലയാളം പറയും. പിന്നെ എൻ്റെ ആമി ആണെങ്കിലും മലയാളം പഠിക്കണം, അപ്പോൾ മലയാളം നന്നായിട്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ മലയാളം സംസാരിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം എൽ കെ ജിയിൽ അവർ കൊറോണ ബാച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവളെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൾക്ക് പഠിപ്പിച്ച് കൊടുത്ത് ഞാനും തമിഴ് പഠിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഞാൻ ഒരു ദിവസം കൊണ്ടാണ് തമിഴിലെ എഴുതാനുള്ള ഇതൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ. കാരണം വേറെ വഴിയില്ല. കൊറോണ ടൈമാണ്. ആ ഒരു ബാച്ച് ടൈമിൽ ട്യൂഷനൊന്നും വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സ്വന്തമായിട്ട് ഞാൻ തമിഴ് എഴുതാനായിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എന്നെ കൂട്ടി വായിക്കാനൊക്കെ അറിയാം. എന്നോട് ഇങ്ങനെ ഹസ്ബൻഡ് പറയും പെട്ടെന്നാണ് തമിഴ് പഠിച്ചത്. ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയും പെട്ടെന്ന് തമിഴ് എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ പഠിച്ചു എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷേ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് വരത്തില്ല. കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചില വേർഡ്സ് ഒക്കെ മലയാളത്തിൽ വരും. ചിലപ്പോൾ മലയാളം സംസാരിക്കുന്നതിൽ തമിഴ് വേർഡ്സ് കയറി വരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഭാഷാ രീതികളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അതൊരു കമന്റിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വ്ളോഗിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. 1-2 ചേച്ചിമാർ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നുന്നത്? കാരണം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് നല്ല പക്വതയുള്ള സംസാരമാണ്, ഒരുപാട് അനുഭവം ഉള്ളതുപോലെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കാര്യം ഞാനും എന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെറുപ്രായത്തിലെ ഒരുപാട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ തന്നത് ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്വയം അന്ന് എന്ത് തീരുമാനിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊന്നും എനിക്കറിയാത്ത ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇങ്ങനെ വിഷമങ്ങൾ വരുന്ന സമയത്തും ഞാൻ പൊട്ടിക്കരയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്ക് തോന്നി നമ്മുടെ ചാനൽ വഴി പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത് ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിൽ നമ്മൾ പല ടോപ്പിക്കുകൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ തന്നെ അനുഭവങ്ങളായാണ് പലതും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ, പലരും എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ നമ്മുടെ വ്ളോഗിൽ പറയുന്നത് കേട്ടോ. അപ്പം അനുഭവത്തെക്കാൾ വലിയൊരു ഗുരു ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കാര്യവും അവനവന് വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. ഞാൻ വിചാരിക്കുന്നത് 10-20-25 മിനിറ്റ് ഉള്ള വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ. വെറുതെ നമ്മൾ പുറത്തു പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും വെക്കുന്നതും വിളമ്പുന്നതും മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം കാണത്തില്ലല്ലോ. നിങ്ങളും സമയമെടുത്താണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഉപയോഗമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു ഞാൻ കുറച്ച് ഓവറായിട്ടാണോ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ കമന്റ് വന്നിരുന്നത് ഒട്ടും ഓവർ അല്ല, ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ
എനിക്കൊരു ആശ്വാസമാണ് ആയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നു എന്ന് അറിഞ്ഞതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സൗമ്യ സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ കമന്റ് ഇടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ വേറെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി വിഷമമുള്ള കാര്യങ്ങൾ, ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതി ആ പേപ്പർ കത്തിച്ച് കളഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഭാരമൊക്കെ കുറയും. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേർക്ക് സമാധാനം കിട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ. നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. രുദ്ര എന്ന് പറഞ്ഞിട്ടൊരു സഹോദരിയാണ്, തിരുവനന്തപുരത്തുള്ള ആളാണ്. പക്ഷെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈറോഡിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ ചാനൽ കണ്ടതത്രേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഇട്ടിരുന്നു ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സാംസങ് ആണെന്ന്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യ നിജേഷ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റീന മോൾ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി ഹായ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു മൺഡേയിലത്തെ വീഡിയോയിൽ ഹായ് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടു കാണത്തില്ല. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഹായ് പറയാൻ പറഞ്ഞത് കൊണ്ട് ഹായ്. അപ്പോൾ ഇത്രയും പേരാണ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഹായ് ഒക്കെ അയച്ചിട്ടുള്ളത്. അപ്പോൾ പുതുതായിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും, കമൻറ്റ് ചെയ്യാത്തവർക്കും, സബ്സ്ക്രൈബ് ചെയ്തവർക്കും, ലൈക്ക് ചെയ്തവർക്കും, ഹൈപ്പ് ചെയ്തവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. വെൽക്കം ടു അവർ ചാനൽ. ബുധനാഴ്ചയുടെ അന്ന് വൈകുന്നേരം വിളക്കൊക്കെ വെച്ചതിന് ശേഷം നേരെ നമ്മൾ പാർക്കിലേക്ക് പിറ്റേ ദിവസം ഈവനിങ് ആയപ്പോഴത്തേക്ക്, തേഴ്സ്ഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും പാർക്കിൽ വന്നു. പാർക്കിൽ നടന്നിട്ട് നേരെ അവിടെ നിന്ന് പൂവും മേടിച്ച് ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കരിപ്പോട്ടി കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയും ഒരു ചേച്ചി, മലയാളി ചേച്ചിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ പോയി പരിചയപ്പെട്ടു. ചായയും അതുപോലെ തന്നെ എനിക്ക് പഴംപൊരിയാണ് മേടിച്ചത്. പിന്നെ ആമിക്ക് ഒരു ഉഴുന്ന് വട. പിന്നെ ഇത് ആത്തോ എന്ന് പറയും, ബർമൻ നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നല്ല ഫേമസ് ആണ്. ഇതിന്റെ പ്രത്യേകത വാഴത്തണ്ടിലുള്ള സൂപ്പ് ഇതിൽ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അത് വാഴത്തണ്ട് കൊണ്ടുള്ള സൂപ്പാണ് കേട്ടോ ഹസ്ബൻഡ് ആ ഒരു ഇതിലോട്ട് ഒഴിച്ചത്, നൂഡിൽസിലോട്ട് ഒഴിച്ചത്. അതൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം വിളക്ക് വെക്കാനായിട്ട്. ശരിക്കും കുറച്ച് ലേറ്റ് ആയി പോയി. 6:30 ആകുമ്പോഴത്തേക്കും വീടെത്തിയിട്ട് പോയി വിളക്കൊക്കെ വെക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിവിടെ കഴിക്കാനൊക്കെ കയറിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ അതേ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ വിളക്കൊക്കെ വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണമല്ലോ നമുക്ക് വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ ദേ വീട്ടിൽ വന്നു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കോലം ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി ഞാൻ സ്വന്തമായിട്ട് വരച്ചിട്ടുള്ളൊരു കോലമാണ്. റെഫറൊന്നും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം വരച്ചൊരു കോലമാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാർത്തിക ദീപത്തിൻ്റെ അന്നത്തെ. അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ദീപമൊക്കെ ഒന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് ഇങ്ങനെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ദീപം വെച്ചിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ബാൽക്കണി സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ദീപം വെക്കും. അപ്പം ഇത്തവണ മഴ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ വേണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ അവിടെ ചെടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വേണ്ട, ഫ്രണ്ട് പോർഷനിൽ മാത്രം വെക്കാമെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് വെച്ചു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അത്യാവശ്യം നല്ല കുറേ നേരം നിന്ന് കത്തുകയും ചെയ്തായിരുന്നു കേട്ടോ വിളക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കൂ. അതിനോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഹൈപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്ക് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.